ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെയാകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പെട്ടെന്നൊരു വയ്യായിക വരുമ്പോൾ ഓടി വരുന്നത് കാഷ്വാലിറ്റിയിലേക്കാണ്. അപ്പോൾ കാഷ്വാലിറ്റി ഇല്ലാതെ ആയാൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ആ ഒരു സെക്ഷൻ നടന്നു പോകുക എന്നുള്ളതാണ്. ഇതിനകത്ത് കാഷ്വാലിറ്റി ഇല്ലാതാകല്ല, കാഷ്വാലിറ്റിയിൽ നിന്ന് നേരെ ഒരു അപ്ഗ്രഡേഷനാണ്. കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റുന്നതിൻ്റെ ഏറ്റവും ബേസ് സാധനം എന്ന് പറയുന്നത്, ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിൻ്റെ ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ രോഗിയുടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് പേഷ്യൻറ്റിനെ വേർതിരിക്കുക എന്നുള്ള. വരുന്ന എല്ലാവരും ഒരേപോലെ, അപ്പോൾ ആദ്യം വരുന്ന ആരാണോ അവരെ കാണുക എന്നുള്ള. അപ്പം ഒരു അറ്റാക്കായിട്ട് ഒരാൾ വന്നാലും, ഒരു ഹൃദയസംബന്ധമായിട്ട് ഒരാൾ വന്നാൽ പോലും അവനെ കാണണമെന്നില്ല. അതിന് മുമ്പ് വന്ന പനിയായിട്ട് വന്ന ഒരാളെ ആയിരിക്കും ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കൂടുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് വരുന്ന പേഷ്യൻസിൻ്റെ വരുന്ന രോഗികളുടെ സംസാര രീതിയും പ്രകടനങ്ങളും മാറും. രണ്ടാമത്തത്, നമുക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു രോഗിക്ക് കൊടുക്കേണ്ട ചികിത്സ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ആ രോഗിയെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആ രോഗിയുടെ ജീവൻ വരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പം ഈ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് വേർതിരിക്കുക എന്നുള്ളത്. ഈ വേർതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ എമർജൻസി മെഡിസിനിൽ കൂടെയാണ് വേർതിരണം വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മളൊരു വാക്കിന് ഉപയോഗിക്കുന്നുണ്ട്, ട്രയാജ് എന്ന് പറഞ്ഞ സംഭവം. ട്രയാജ് നമ്മളിവിടെ ആരും കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇത് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു യുദ്ധത്തിന് സമയത്ത്, എനിക്ക് രണ്ടാം മഹായുദ്ധത്തിന് സമയത്ത് പട്ടാളക്കാരുടെ രോഗത്തിന്റെ ലക്ഷണത്തിനനുസരിച്ച് മാറ്റണമെന്നൊരു ചിന്ത വന്നൊരു പട്ടാളക്കാരൻ എന്ത് ചെയ്തു, ട്രയർ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചു. അത് ഫ്രഞ്ച് വാക്കാണ് ആക്ച്വലി. ആ ട്രയറിന്റെ അർത്ഥം തന്നെ ട്രയാജാണ്, പ്രയോറിറ്റി എന്നാണ്. ലിറ്ററലി ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രയോറിറ്റി, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ വേർതിരണം. ഓരോരുത്തർ പരിഗണിക്കുക, ഓരോരുത്തരുടെ ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എമർജൻസി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ കാഷ്വാലിറ്റിയിൽ ഉണ്ടാവുന്ന ഡോക്ടേഴ്സ് ചിലപ്പം ജൂനിയേഴ്സ് ആയിരിക്കാം, MBBSകാരായിരിക്കാം. അപ്പോൾ എങ്ങനെ അത് നമ്മളെ ജീവൻ എങ്ങനെ അത് രക്ഷിക്കാൻ അവർക്ക് പറ്റുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഇതുകൊണ്ട് മാറും എന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി മാറും. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു കാഷ്വാലിറ്റിയിലോട്ട് രോഗികൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു MBBS കഴിഞ്ഞ ഒരു സാധാരണ ജൂനിയർ ഡോക്ടർ ഉണ്ടാവുള്ളൂ. ഒരു കാഷ്വാലിറ്റിയിലും വലിയ ഹയർ എഡ്യൂക്കേഷൻ അല്ല ഒരു PG പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ല ബിരുദം കഴിഞ്ഞൊരു ഡോക്ടർ ഉണ്ടാവില്ല. അപ്പോൾ ഈ കാഷ്വാലിറ്റി നമ്മൾ എമർജൻസി മെഡിസിനിലോട്ട് മാറ്റുന്നതിൻ്റെ ഒരു കാരണം തന്നെയാണ് എന്താ പറയുക, എമർജൻസി മെഡിസിനിൽ PG ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തതല്ല, കുറേ നാളായി. പക്ഷേ ആൾക്കാർ അറിഞ്ഞു വരുന്നില്ല, ജനങ്ങളിത് അറിയുന്നില്ല. ജനങ്ങൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് കാഷ്വാലിറ്റിയാണ്. അപ്പോൾ കുറഞ്ഞ ആൾക്കാരുണ്ടാവും അവർ എമർജൻസി മെഡിസിനോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് അറിയത്തില്ല എന്താണ് എമർജൻസി മെഡിസിൻ, എന്താണ് കാഷ്വാലിറ്റി എന്നുള്ളത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു മാറ്റം വരുന്നുണ്ടോ? ഇപ്പോൾ വരണം. ഒബ്വിയസ്ലി എൻ്റെ നിലപാടിനനുസരിച്ചിട്ടും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും എമർജൻസി മെഡിസിൻ കൊണ്ടുവരണമെന്നാണ്. കാരണം അല്ലെങ്കിൽ ഈ പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ രോഗികളുടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് പരിഗണന കിട്ടത്തില്ല.